ക്രിക്കറ്റ് മലയാളം 2.0 ഏറ്റവും പുതിയ ഇടയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓസ്ട്രേലിയൻ മണ്ണിൽ പെർത്തിൽ കിടിലൻ സെഞ്ചുറി നേടി ഇന്ത്യൻ ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെ പവർ ഷോ തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ജയ്സ്വാളിന് കൈയടിച്ചേ പറ്റൂ. വാട്ട് എ നോക്ക് ബൈ യശസ്വി ജയ്സ്വാൾ. KL രാഹുലും മികച്ചൊരു ഇന്നിംഗ്സ് കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് മടങ്ങിയിട്ടുള്ളതും. ഏതായാലും ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ടീം ഇന്ത്യ ലഞ്ചിന് പിരിഞ്ഞിരിക്കുകയാണ്. ഗംഭീര സെഷൻ തന്നെയാണ് ടീം ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്നതും യാതൊരു സംശയം കൂടാതെ നമുക്ക് പറയാൻ കഴിയും. യെസ്, ബോർഡർ ഗവാസ്കർ ട്രോഫി ആരംഭിക്കുന്നതിന് മുമ്പ് ഓസീസ് ടീം നായകൻ പാറ്റ് കമിൻസ് പറഞ്ഞത് ഏറ്റവും ഭയക്കുന്ന ഇന്ത്യൻ താരങ്ങളിൽ ഒരാൾ യശസ്വി ജയ്സ്വാൾ ആണെന്നായിരുന്നു. ഇതുവരെ ഓസ്ട്രേലിയയിൽ കളിക്കാത്ത യുവതാരത്തെ എന്തിനാണ് ഓസീസ് ടീം ഭയക്കുന്നതെന്ന് പെർത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ജയ്സ്വാൾ. എന്തൊരു പ്രകടനമാണ് ചെക്കൻ നടത്തിയിട്ടുള്ളത്. പെർത്തിൽ തകർപ്പൻ സെഞ്ചുറിയോടുകൂടെ ജയ്സ്വാൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നു. മാത്രവുമല്ല, ഇപ്പൊ തന്നെ ടീം ഇന്ത്യക്ക് 321 റൺസിന്റെ കൂറ്റൻ ലീഡായി കഴിഞ്ഞിരിക്കുന്നു. അതെ, ഈ ഒരു ആദ്യ ടെസ്റ്റ് ടീം ഇന്ത്യ ഇനി തോൽക്കണമെങ്കിൽ വലിയ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കണം. അതിനുള്ള യാതൊരു സാധ്യതയും നിലവിൽ നമ്മൾ കാണുന്നുമില്ല. ഏതായാലും 3 ഫോർമാറ്റിലും ടീം ഇന്ത്യക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു താരമായി ജയ്സ്വാൾ ഇതിനോടകം തന്നെ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോ തുടരാം. ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ ജയ്സ്വാൾ നേടിയിട്ടുള്ള ഈ ഒരു സെഞ്ചുറി ഇനി എന്നെന്നും ഓർമ്മിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഓസീസ് പേസർ ജോഷ് ഹെസൽവുഡിനെ സിക്സറിന് പറത്തിക്കൊണ്ടായിരുന്നു 205 പന്തുകളിൽ നിന്ന് ജയ്സ്വാൾ തന്റെ മിന്നുന്ന സെഞ്ചുറി തികച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു മൂന്നാമത്തെ ദിവസം ഒരു വിക്കറ്റ് പോലും നഷ്ടമാവാതെ 172 എന്ന സ്കോറിൽ ക്രീസിലേക്ക് ഇറങ്ങിയിട്ടുള്ള ടീം ഇന്ത്യക്ക് വേണ്ടി ജയ്സ്വാളും KL രാഹുലും ചേർന്നുകൊണ്ട് ഓപ്പണിംഗ് വിക്കറ്റിൽ 200 റൺസ് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് മിച്ചൽ സ്റ്റാർക്ക് ടീം ഇന്ത്യയുടെ ആദ്യ വിക്കറ്റ് എടുക്കുന്നത്. KL രാഹുൽ 176 പന്തുകളിൽ 77 റൺസാണ് സംഭാവന. തീർച്ചയായിട്ടും രാഹുലിന്റെ പ്രകടനം നമ്മൾ എടുത്തു പറയണം. അദ്ദേഹത്തിന്റെ ക്ലാസിക്കൽ ഇന്നിംഗ്സും ജയ്സ്വാളിന്റെ പ്രകടനത്തിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്തൊക്കെയായാലും തീർച്ചയായിട്ടും ഓപ്പണിംഗ് വിക്കറ്റിൽ 200 റൺസ് കൂട്ടുകെട്ട് ഉയർത്തിയതോടുകൂടി KL രാഹുൽ ജയ്സ്വാൾ സഖ്യം ഓസ്ട്രേലിയയിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. അതെ, ഒരു വമ്പൻ റെക്കോർഡ് കുറിച്ചിരിക്കുന്നു. ഓസ്ട്രേലിയയിൽ ടീം ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ടിന്റെ റെക്കോർഡാണ് രാഹുലും ജയ്സ്വാളും ചേർന്ന് അടിച്ചെടുത്തിട്ടുള്ളത്. 201 റൺസിന്റെ കൂട്ടുകെട്ടിനൊടുവിലാണ് ഇരുവരും വെർപ്പിയുന്നതും. തീർച്ചയായിട്ടും ഇതൊരു വമ്പൻ റെക്കോർഡ് തന്നെയാണ്. 1986 ഡിസ്നിയിൽ വെച്ച് സുനിൽ ഗവാസ്കറും അതുപോലെ തന്നെ കൃഷ്മ ബജാരി ശ്രീകാന്തും ചേർന്നുകൊണ്ട് നേടിയിട്ടുള്ള 191 റൺസിന്റെ കൂട്ടുകെട്ടായിരുന്നു രാഹുൽ ജയ്സ്വാൾ സഖ്യം ഇപ്പോൾ മറികടന്നിരിക്കുന്നതും. എന്തൊക്കെയായാലും ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ലഞ്ച് ബ്രേക്ക് ആണ്. ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 275 എന്ന നിലയിലാണ് ടീം ഇന്ത്യ ഉള്ളത്. ഇതിനോടകം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 321 എന്ന വമ്പൻ സ്കോർ ലീഡായി കഴിഞ്ഞിരിക്കുന്നു. ജയ്സ്വാൾ 264 പന്തുകളിൽ നിന്ന് 141 റൺസുമായി ക്രീസിൽ നിൽക്കുമ്പോൾ 70 പന്തുകളിൽ നിന്ന് ദേവദത്ത് പടിക്കൽ 25 റൺസുമായി ക്രീസിലുണ്ട്. വാട്ട് എ സെഷൻ ബൈ ടീം ഇന്ത്യ എന്ന് തന്നെ വേണം പറയാൻ. അതെ, ഇത് ടീം ഇന്ത്യ ചരിത്രം കുറിച്ച ദിവസമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ഭാഗത്ത് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.